വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മത്തി നെല്ലിക്ക ഇട്ട് പൊള്ളിച്ചതാട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിക്കലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 6 മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള മത്തിയാണ്. അപ്പോൾ അത് ഇതിൻ്റെ പുറമേയൊക്കെ ഞാൻ മീൻ വറക്കാനൊക്കെ വരയുന്ന പോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വെച്ചാൽ നമ്മൾ പൊള്ളിക്കാൻ പോവല്ലേ, പൊള്ളിക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോകും. അത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യമേ ഒന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇതെല്ലാം ഒന്ന് പരട്ടിയെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഇത് വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിതിപ്പോൾ തന്നെ ഉണ്ടാക്കാം. പരട്ടി വെച്ച മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി കേട്ടോ. ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി കേട്ടോ. ഇതേപോലെ ചെറുതായിട്ടൊന്ന് മൂത്താൽ മതിയേ. ചെറുതായിട്ട് നമ്മൾ സാധാരണ മീൻ വറക്കുന്ന പോലെ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മൂത്തിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിനകത്തൊന്ന് കോരി മാറ്റാം കേട്ടോ. അത് 15 ചെറിയ ഉള്ളി, ഒരു 2 നെല്ലിക്ക ഇതുപോലെ കുരുവെല്ലാം കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ കുരുമുളക്. പച്ചമുളകിന് പകരം കാന്താരി എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിത് കല്ലേൽ ചതച്ചെടുക്കുക കേട്ടോ ചെയ്തേക്കണത്. നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനാവശ്യമുള്ള ഉപ്പ്, ഇച്ചിരി കറിവേപ്പില, അതിങ്ങനെ ഒന്ന് പിച്ചി കീറിയിട്ടിടുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് യോജിപ്പിക്കുക കേട്ടോ. പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരണ്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കൈ കൊണ്ട് ഞെരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് അങ്ങോട്ടേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിക്കുകയും ചെയ്യും കേട്ടോ. എന്താ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വാഴയില ഞാൻ ഇതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടുവാന്നുണ്ടെങ്കിൽ ഇല കെട്ടുമ്പോൾ പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഇലയുടെ നടുക്കോട്ട് ഈ മസാല അങ്ങോട്ട് നിരത്തി കൊടുക്കാം കേട്ടോ. നമ്മളിതിൻ്റെ പുറത്തേക്കാണ് മീൻ ഇട്ട് വെക്കുന്നത്. അപ്പം മീൻ എത്രയുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ആ മസാല അങ്ങോട്ട് നിരത്തിക്കോളും. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ മീൻ വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് ബാക്കി മസാലയും കൂടെ വെച്ച് കൊടുക്കാം. മീൻ വറുത്തപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണേ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതേനെ ഒഴിക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മീൻ വറുത്ത എണ്ണയല്ലേ, അപ്പോൾ ആ ഒരു മീനിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇതേനെ ഒഴിച്ചു. ഇനി ഇത് നമുക്കൊന്ന് പൊതിയാം. വാട്ടിയതുകൊണ്ട് കീറത്തില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് മടക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കാം. ഇത് ഞാൻ വാഴയുടെ നാര് തന്നെയായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കെട്ടുന്നത് കേട്ടോ. ഇത് കണക്കാട്ടോ പൊതിഞ്ഞേക്കണത്. ഇനി ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തവയിലേക്ക് വെക്കുമ്പോഴേ അതങ്ങ് കരിഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. മീൻ അങ്ങോട്ട് വെക്കാം. ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കുക കേട്ടോ. മീൻ വെച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന്
കുറച്ച് വെക്കാം കേട്ടോ. ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് ഇതൊന്ന് വെന്താൽ മതി കേട്ടോ. ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ആക്കാം കേട്ടോ. അടച്ചു വെക്കാം കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനി മാറ്റാം കേട്ടോ. തുറന്ന് നോക്കാം. ചൂടാറിയിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് തുറക്കുവാണേ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഇല വാടിയതിൻ്റെ പിന്നെ ഇതാ ഇതുപോലെ ആയിട്ടിരിക്കുന്നത് അടിപൊളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മീൻ പൊള്ളിച്ചത്. നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാനായിട്ട്. നമുക്കിതിന്ന് ഒന്ന് എടുത്ത് നോക്കാം. ഇതുപോലെ ആയിട്ടിരിക്കണം. ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.